സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെ ഈ അൾത്താരയിലായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി സ്വർഗീയ ഭോജ്യമായ മാലാഖമാരുടെ അപ്പമായി ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന നല്ല തമ്പുരാനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ചൊരിഞ്ഞ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം അങ്ങേക്ക് നന്ദി പറയുന്നു. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ഓരോ തുള്ളിച്ചോര രക്തവും കർത്താവെ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുവാനും നിൻ്റെ വലിയ കൃപയിൽ ചേർത്ത് പിടിക്കുവാനുമുള്ളതാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ നിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓരോ നിമിഷവും എണ്ണി എണ്ണി ഓർത്ത് നന്ദി പറയുവാനും നിൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും ആശ്രയം വെച്ച് ജീവിക്കുവാനും ഒത്തിരിയേറെ ആഗ്രഹത്തോടെ ഇതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവേ, ഈ 3 മണി സമയം കൃപയുടെ സമയമാണ്. മനുഷ്യവർഗത്തിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ സമയം. ആ ഒരു വലിയ ബോധ്യത്തോടെ ഒന്നു ചേർന്ന് കർത്താവ് നിൻ്റെ വലിയ കാരുണ്യത്തിന് കീഴിൽ ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തുമാത്രം ദൈവം കരുണ ചൊരിയുന്നു, എന്തുമാത്രം സ്നേഹം ചൊരിയുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ സംഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ടും തിരിച്ചറിയുന്നത് ശിക്ഷിക്കാൻ പറ്റുന്ന അവസരങ്ങളിലും കരുണയോടെ, സ്നേഹത്തോടെ നമ്മളെ നോക്കുന്ന ദൈവം, കരുതലോടെ നോക്കുന്ന ദൈവമുണ്ട്. അതുപോലെ തന്നെ കരുണയോടെ നമ്മൾ നോക്കുന്ന ദൈവത്തെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യഭിചാരം എന്ന കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവാനും അതുപോലെ തന്നെ അവളെ പരസ്യമായി പരിത്യക്തിയാക്കുവാനുമായിട്ടുള്ള എല്ലാ അധികാരവും അവരുടെ നിയമത്തിനുണ്ട്. ആ നിയമത്തിൻ്റെ സാധ്യതകളെല്ലാം നിലനിൽക്കുന്ന അവസരത്തിലും അവർ ഈശോയുടെ മുമ്പിലേക്ക് ഈ ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. ഈശോയുടെ വിധി എപ്രകാരമുള്ളതാണ് എന്നറിയുവാനും അവിടെയെങ്കിലും ഈശോയെ ഒന്ന് കൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടാണ് അവർ ഈശോയുടെ അടുക്കലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവരിക. അവരെ നോക്കി വളരെ ശാന്തതയോടെ തന്നെ അവൻ നിലത്തിരുന്ന് എഴുതുകയായിരുന്നു. അവൻ വിരലുകൊണ്ട് ആ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് വചനം പറയുക. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അവരുടെ പാപങ്ങൾ അവൻ നിലത്ത് എഴുതിയെന്നാണ്. വീണ്ടും അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനും അവളെ പരസ്യമായി അപമാനിക്കുവാനും സാധ്യതയുള്ളതിനാൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വളരെ ശക്തമായി നമ്മൾ വചനത്തിൽ കാണുകയാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ
അവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും തിരിഞ്ഞു പോവുകയാണ്. വീണ്ടും യേശുവും സ്ത്രീയും മാത്രമായി അവിടെ നിൽക്കുമ്പോൾ പാപമില്ലാത്തവൻ ആ സ്ത്രീയെ നോക്കി പറയുന്ന കാര്യം, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കരുണ എന്ന് പറയുന്നത് ഓരോ പാപിയെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണ്. അർഹതയില്ലാതിരിക്കുന്ന അവസരത്തിലും നമ്മളെ അർഹരാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ കരുണ. പാവനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് പകരമായിട്ട് അവളെ സ്നേഹത്തോടെ, കരുണയോടെ, കാരുണ്യത്തോടെ ചേർത്ത് പിടിക്കുന്ന നല്ല തമ്പുരാനെ നമ്മുടെ സുവിശേഷത്തിൽ കാണും. വീണ്ടും ഈശോ അവളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനിമേൽ പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാപം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കർത്താവ് നിൻ്റെ കാരുണ്യം, നിന്നോട് കാരുണ്യം കാണിച്ച് നിൻ്റെ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇനിയും നീ കർത്താവിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറണം. ഇനിമേൽ പാപം ചെയ്യാതെ കരുണയോടെ നിൻ്റെ കരുണയുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മാറണമെന്നുള്ള കാര്യം കൃത്യമായിട്ടും ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് എപ്രകാരമാണ് കരുണ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒത്തിരി തെറ്റിദ്ധാരണകളിലും ഒത്തിരിയേറെ ബലഹീനതകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പലരും വിചാരിക്കുന്നൊരു കാര്യമാണ്, കർത്താവ് കരുണ കാണിക്കുമല്ലോ, അതുകൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യും. കർത്താവിനോട് ക്ഷമിക്കുമല്ലോ, പാപം ചെയ്താലും കുഴപ്പമില്ല, കർത്താവിനോട് കരുണ കാണിക്കും. പാവനിയായ സ്ത്രീയോട് ഈശോ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക. ഇനിമേൽ നീ പാപം ചെയ്യരുത്, ഇനിമേൽ നീ പാപം ചെയ്യാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യം ഓരോ നിമിഷവും അനുഭവിക്കുമ്പോൾ ദൈവം നമ്മളോട് ഓരോരുത്തരോടും പ്രത്യേകമായിട്ടും പറഞ്ഞു തരുന്ന കാര്യം, ആ ഒരു വലിയ സ്നേഹത്തിൽ ആശ്രയിക്കുവാനും ആ സ്നേഹത്തിലും കരുണയിലുമല്ലാതെ നമുക്ക് രക്ഷയില്ല. മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതങ്ങൾ ഭാഗ്യപ്പെട്ടതായിട്ട് മാറും. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 136 പറയുന്നത്, കർത്താവിന് നന്ദി പറയുവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഒരു സങ്കീർത്തനം, ഈ എഴുതിയ ആളുടെ ആ ഒരു ദൈവ അനുഭവമാണ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുക. കർത്താവിന് നന്ദി പറയുക. ഓരോ നിമിഷവും ദൈവം നമ്മളെ എത്രമാത്രം കരുണയോടെ നോക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക. എന്തിനാണ് ദൈവത്തിന് നന്ദി പറയുന്നത്? കാരണം ദൈവം നല്ലവനാണ്, ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൃപയുടെ നിമിഷം, കൃപയുടെ സമയത്ത് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ എന്തുമാത്രം കാരുണ്യമാണ് ദൈവം നമ്മളോട് കാണിക്കുക. ആ ഒരു വലിയ കാരുണ്യം തിരിച്ചറിയുവാനും ആ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനും, കർത്താവെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളും കരുണയുടെ ജീവിതങ്ങളാക്കി മാറ്റുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ സകല സൃഷ്ടികളെയും കഴുകി വിശുദ്ധീകരിക്കുകയാണ്. അതിനാൽ അവിടുത്തെ കാരുണ്യം നമ്മുടെ മേലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേലും പാവപ്പെട്ട പാപികളുടെ മേലും വൈദികരുടെ മേലും സമർപ്പിതരുടെ മേലും ലോകമൊക്കെ എല്ലാവരുടെയും മേൽ വർഷിച്ചു വരുവാൻ കാരുണ്യത്തിൻ്റെ ജപമാല ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഒരു കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ, കർത്താവേ, ലോകത്തിലുള്ള സകല പാപികളുടെയും മാനസാന്തരത്തിൽ സകലരും കർത്താവ് നിന്നെ അറിയുവാനും നിന്നെ അറിഞ്ഞ് നിന്നെ അനുഭവിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കൃപ തരണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം.
സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം ഇതാ ഈ അൾത്താരെ നമ്മളെ അനുഗ്രഹിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും ഇതാ നമ്മുടെ മുമ്പിലായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെനിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നുവോ അവരുടെ ഉള്ളിൽ ഞാൻ പ്രവേശിക്കും. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനും നമ്മളെ വിശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കുവാനും ഇതാ ദൈവം നമ്മുടെ മുമ്പിലായിരിക്കുന്നു. നമ്മുടെ ഹൃദയവാതിലുകൾ കർത്താവിനായി തുറന്നു കൊടുത്തുകൊണ്ട്, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും ബലഹീനരായി അശക്തരായി മാറുന്ന സമയത്ത് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബ ജീവിതത്തെയും വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദീപികാരണനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. രോഗികളായിട്ടുള്ളവരെയും ശാരീരികമായും മാനസികമായും കഷ്ടതകൾ അനുഭവിക്കുന്നവരെയും ജോലി മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ നിലവിളി കേട്ട് ഉത്തരമരുളുന്ന ദൈവം, ആ ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് കരുണയാൽ സമ്പന്നമായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,